ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ആദ്യം നമ്മൾ ടാരോ കാർഡ് നോക്കുന്നു, ശേഷം ഒറക്കിൾ ഡെക്ക് നോക്കുന്നു, അതിനുശേഷം നമ്മുടെ ടൈം കാർഡ് നോക്കുന്നു. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് കപ്സ് കാർഡാണ്. മെറ്റീരിയൽ ഹാപ്പിനെസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. മൂന്നാമത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ്? 10 ഓഫ് കപ്സ് കാർഡ്. നാലാമത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ദ എംപ്രസ് ആണ്. ദ ഹാങ്ഡ് മാൻ ആണ്. റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവാണ്. ഇവിടെ 8 ഓഫ് വാൻഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾ ആണ്. അപ്പോൾ നമുക്ക് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ എനർജി എന്തെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് കപ്സ് കാർഡാണ്. മെറ്റീരിയൽ ഹാപ്പിനെസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. കാണുന്നുണ്ടോ? 9 ഓഫ് കപ്സ് കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളിലെ പ്രണയം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവുകയാണ്. ഇവിടെ ഒരു റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്, പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്, അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് ആ സ്നേഹം തരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവരുടെ സ്നേഹം പകർന്നു നൽകാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. ഹാപ്പിനെസ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ആദ്യത്തെ കാർഡ് തന്നെ റിയൂണിയൻ ആണ് കിട്ടിയിട്ടുള്ളത്, സാധ്യതയാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻ തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. അവരുടെ ഫീലിങ്സിനെയാണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയേറെ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുകയാണ്. നിങ്ങളിലേക്ക് വന്നാലേ അവർ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. സീക്കിംഗ് കണക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതുജീവൻ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവരുടെ ഹേർട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഇമോഷനാണ്. അവർ ഉള്ളിൽ തൊട്ട് തന്നെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ ലവ് യു എന്ന്. അപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാർട്ട്ണറെയാണ് കാണിച്ചു തരുന്നത്. അവരുടെ തിരിച്ചുവരവാണ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ട്രാവൽ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് സെക്കൻഡ് കാർഡ് പറയുന്നത്. തേർഡ് കാർഡ് നോക്കൂ, 10 ഓഫ് കപ്സ് കാർഡാണ്. ഇന്ന് ആദ്യത്തെ 3 കാർഡും കിട്ടിയിട്ടുള്ളത് കപ്സ് കാർഡാണ്. അവരിലെ ഇമോഷനെയാണ് കാണിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഹാർമണിയാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു ഡിവൈൻ കണക്ഷനാണ് ഇത്. നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് അവരുടെ സ്നേഹം പകർന്നു നൽകാനായിട്ട് പോകുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ഹാർമണി, സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. കാണുന്നില്ലേ? ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതുജീവൻ നൽകാൻ പോവുകയാണ്. നിങ്ങളും അവരും കാണുവാനും സംസാരിക്കുവാനുമുള്ള അവസരത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. വിത്തിൻ 1 വീക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത്.
3 കാർഡ് അടുപ്പിച്ച കപ്സ് കാർഡാണ്. അവരിലെ ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, റീയൂണിയൻ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. യെസ് എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ദ എംപ്രസ്. ഇവിടെ ഡിവൈൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രപഞ്ചശക്തി തന്നെ ഈ റിലേഷൻഷിപ്പിൽ പ്രൊട്ടക്ഷനാണ് കാണിക്കുന്നത്. ഒരു മദർഹുഡിനെയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ തോന്നുന്നുണ്ട്. വേറെ എവിടെ നിന്നും അത് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. റിച്ച് ലൈഫ്, റിച്ച് ഫ്യൂച്ചറാണ് അവർ കാണുന്നത്. നിങ്ങളുമൊത്തുള്ള നല്ലൊരു ജീവിതത്തെ അവർ കാണുന്നു. അവർ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ, ഒത്തിരി പേര് അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ അത്ര തീവ്രത വേറെ എവിടെയും തോന്നിയിട്ടില്ല. നിങ്ങളോട് തോന്നുന്ന ഒരു അഭിനിവേശം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും തോന്നിയിട്ടില്ല. അതാണ് ഇവിടെ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അബണ്ടൻ തന്നെയാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആ ഒരു കരുതലും അവർക്ക് ഇപ്പോൾ മനസ്സിലാവാണ്. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ലൈഫ് ഫുള്ള് വേണം, അവരുടെ ലൈഫ് എൻഡ് വരെ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത് റിവേഴ്സാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ വളരെയേറെ വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവരാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം കാണാതെ മാറിപ്പോയിട്ടുള്ളത് അവരാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. അതിലവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ടീച്ചിങ് നടന്നിട്ടുണ്ട്. ആ ഒരു ടീച്ചിങ് തന്നെയാണ് അവരിലേക്ക് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ സെപ്പറേഷൻ, ഈ നോ കോണ്ടാക്ട് തന്നെയാണ് അവരിലേക്ക് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. യൂണിവേഴ്സ് അവരെ പാഠം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ്. വേറെ എവിടെയും നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവർ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവരാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ജസ്റ്റിസാണ്. അവർ തെറ്റ് മനസ്സിലാക്കുമ്പോൾ, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഒരു നാച്ചുറൽ ലോയിനാണ് കാണിക്കുന്നത്. ഒരു ബാലൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. ഒരു ബാഡ് കർമ്മ നിങ്ങളുണ്ടായിരുന്നു. ആ ബാഡ് കർമ്മ ഉണ്ടായിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി, ഗുഡ് കർമ്മ വരുന്നു. ന്യൂ വിസ്ഡമാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം കിട്ടാൻ പോകുന്നു, ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു, ഒരു ട്രൂത്ത് നിങ്ങൾ അറിയാൻ പോകുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളോടുള്ള സ്നേഹം അവർ മറച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് അവർ മറച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെയാണ് ഇവിടെ ആ ഒരു ബാഡ് കർമ്മയായിട്ട് കാണിക്കുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് കുറേ സത്യങ്ങൾ പറയുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നിങ്ങൾക്ക് നീതി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളോട് അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ, നിങ്ങളെ അവർ സ്നേഹിക്കുന്നത്, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്, ഇതെല്ലാത്തിനും സാക്ഷി ആരാണ്? പ്രപഞ്ചമാണ്. ആ പ്രപഞ്ച ശക്തി തന്നെ നിങ്ങൾക്കുള്ള വഴി കാട്ടുന്നു, നിങ്ങൾക്കൊരു നീതി തരുന്നു. നാച്ചുറൽ ലോ എന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ്? 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്പീഡായിട്ടുള്ളൊരു ആക്ഷനെയാണ് കാണിക്കുന്നത്, ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. അവരെടുക്കുന്ന ഉറച്ച തീരുമാനത്തെ, ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്ര കണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യാത്ര തന്നെയാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. ഒരു ഹീലറായ നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഹീലറാവുക? നിങ്ങളുടെ സംസാര രീതി, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ഇതെല്ലാം മറ്റുള്ളവർക്ക് വളരെയേറെ ആശ്വാസമാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരിലെ വേദന തന്നെ ഉണ്ടാകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങളെന്ന വ്യക്തി ഒരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തിരിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തരികയാണ്. ഇവിടെ അബണ്ടൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷനിലായ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിക്കായിട്ട് വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹവും വരുന്നുണ്ട്. ലവിനെയാണ് ഈ കാർഡ് പറയുന്നത്. വളരെയേറെ സംതൃപ്തയാകാൻ പോകുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി, അതോടൊപ്പം നിങ്ങളിലേക്ക് വരുന്ന സ്നേഹ സന്ദേശം, അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് റിയൂണിയൻ ആണ്. നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, സാധ്യത തന്നെയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. നമുക്ക് ഒരക്കൽ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഉള്ള സന്ദേശം? സീക്രട്ട്. ആദ്യത്തെ ഒരക്കൽ ഡെക്കിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മുടെ കാർഡ്സിൽ പറഞ്ഞിട്ടുള്ളത് അവരൊരു സത്യം പറയാൻ പോകുന്നു. ഇൻസെപ്പറബിൾ, നിങ്ങളെ ആർക്കും പിരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് യൂണിവേഴ്സ് തന്നെ പറയുകയാണ്. കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ആരൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ആ വ്യക്തികളൊന്നല്ല നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് അന്തിമമായ തീരുമാനമെടുക്കുന്നത് യൂണിവേഴ്സാണ്. ഹാബിറ്റ്സ്, ഗിൽറ്റി, unfinished business, unexpected outcomes. നോക്കാം. ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാർഡ്സ് എടുത്ത് നോക്കാം. ക്ലാരിറ്റി കിട്ടും. സീക്രട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. നിങ്ങളോട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, മറച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാമല്ലോ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. നെക്സ്റ്റ് കാർഡ് ഇൻസെപ്പറബിൾ എന്നാണ്. കാണുന്നില്ലേ? അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലായാലും നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്കും മറക്കാനായിട്ട് സാധിക്കില്ല, അവർക്കും മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഹാബിറ്റ്സ്, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിനക്ക് മാറ്റം വന്നോ, എനിക്ക് മാറ്റം വന്നോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളൊക്കെ കാണാതിരിക്കുമ്പോഴേ ചിലർക്കൊക്കെ മാറ്റം വരുമല്ലോ, ചിലവരുടെ ക്യാരക്ടറിൽ മാറ്റം വരുമല്ലോ. അപ്പോൾ അവർ ചിന്തിക്കുന്നതാണ് നമ്മൾക്ക് മാറ്റം വരുമോ, ഇനി നമ്മൾ ഒന്ന് ചേരുമ്പോൾ നിനക്ക് മാറ്റം വരുമോ, എനിക്ക് മാറ്റം വരുമോ, പഴയതുപോലെ സ്നേഹിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മാറ്റം വരുമോ? ഇല്ല അല്ലേ, സ്നേഹം കൂടിയിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് കാർഡ് ഗിൽറ്റിയാണ്. കാണുന്നില്ലേ? എന്താണ്? ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അവർ പറയുകയാണ് അവർ വരുത്തി വെച്ചിട്ടില്ല ഈ നാശനഷ്ടം എന്ന് പറയുന്നത്, അതിൽ അവർക്ക് നല്ല രീതിയിൽ വേദനയുണ്ടെന്ന്. അപ്പോൾ അവരാണ് ഈ ഒരു സെപ്പറേഷൻ വരുത്തിയത്, ഈ നോ കോണ്ടാക്റ്റ് വരുത്തിയത്, നിങ്ങളെ വേദനിപ്പിച്ചത് എന്നവർ തിരിച്ചറിയുന്നു. അതിലവർ നല്ല രീതിയിൽ വേദനിക്കുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. അൺഫിനിഷ്ഡ് ബിസിനസ് കാണുന്നില്ലേ? വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നമുക്കിനിയും കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൽ ഒരു ചർച്ച ആവശ്യമാണ്. നിങ്ങളും അവരും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ മാറ്റം വരുത്തേണ്ടത്, ഏതൊക്കെ വ്യക്തികളാണ് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ സെപ്പറേഷൻ വന്നിട്ടുള്ളത്, ഇനി എങ്ങനെ ഫ്യൂച്ചർ പോകണം എന്നുള്ള തീരുമാനമാവാം അവരെടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് കാർഡ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്നാണ്. തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. അപ്പോൾ മുന്നേ അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നൊരു പറയാണ്. നിങ്ങളെ കാണുവാനായിട്ടും നിങ്ങളുമായിട്ടുള്ള ജീവിതമൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഒരുപാട് പ്ലാൻ ചെയ്തു, അതുപോലെ സംഭവിച്ചിട്ടില്ല എന്നവർ പറയുകയാണ്. അപ്പോൾ അതിലവർ വേദനിക്കുന്നുണ്ട്.
അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഹോൾഡിംഗ് ബാക്ക് നിങ്ങളുടെ എനർജി ആവാം. ആബ്സെൻസ് ഒരു കാർഡും കൂടി എടുക്കാം. റെസ്പോൺസിബിലിറ്റീസ്, അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഒരു കഴിഞ്ഞ ദിവസത്തെ കാർഡ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ വരുത്തിയത് എന്നൊക്കെ അവർ പഠിപ്പിച്ച് കോൺവെർസേഷൻ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ വോയിസ് കേൾക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഹോൾഡിംഗ് ബാക്ക്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കണമായിരുന്നു. നിങ്ങളുടെ സ്നേഹം എന്തെന്ന് അവരെ അത്ര കണ്ട് അറിയിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമാണ്, എൻ്റെ സ്നേഹം കുറഞ്ഞു പോയതിനാലാണോ അവരെന്നിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാത്തത് കൊണ്ടൊന്നല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. അതിന് വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. ആബ്സെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി പോയി എന്ന് അവർ പറയുകയാണ്. ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അപ്പം നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അധികമായിട്ട് പ്രകടിപ്പിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നല്ല കേട്ടോ. ഇവിടെ അവരുടെ കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആണ് കാണിക്കുന്നത്. അവർ നിങ്ങളോട് പറയുന്നുണ്ടത് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അപ്പോൾ എൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾക്കും എൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്ന് അവർ പറയുകയാണ്. അപ്പം നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിലല്ല തെറ്റ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ പേഴ്സണലാണ്. അതുകൊണ്ടാണ് അവർ കോൺവെർസേഷൻ വേണമെന്ന് പറയുന്നത്, നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളോട് കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമുള്ളതാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു തരത്തിലും വ്യതിരിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് മാത്രമേ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. "26 days "28 days "19 days "23 days നോക്കൂ, 23 days കാണുന്നുണ്ടോ? 19 days 28 days. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മാസത്തിന് ഉള്ളിലുള്ള ദിവസങ്ങളാണ് കാണിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും റിയൂണിയനുമാണ് കാണിക്കുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.